ആൺകുട്ടികൾക്ക് മാത്രം റെക്കോർഡ് എഴുതി കൊടുക്കുക. അവര് പറയുന്ന തമാശ മനസ്സിലായില്ലെങ്കിൽ പോലും വെറുതെ ചിരിക്കുക. അവരെ പ്ലീസ് ചെയ്യുക. ഇങ്ങനെയുള്ളവരെ പഠിക്കുന്ന കാലത്ത് കുറേ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു ജോലിസ്ഥലത്തു ആണെങ്കിൽ മേലധികാരി ഒരു പുരുഷൻ ആണെങ്കിൽ അയാളോട് സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് വിധേയപ്പെടുന്ന സ്ത്രീകളെ കാണാം. അത്തരം ആളുകളെ പല പുരുഷന്മാർക്കും ഇഷ്ടമാണ്. സ്വന്തം തലമുടി, ലിപ്സ്റ്റിക്, ഡയറ്റ്, സൗന്ദര്യം, ഇതിനപ്പുറമുള്ള ലോകം ഇല്ലാത്ത, പത്രം വായിക്കാത്ത, സ്വന്തം പഠന സിലബസിനപ്പുറം യാതൊരു ജനറൽ നോളജ് ഇല്ലാത്ത പൊട്ടക്കിണറിലെ സ്ത്രീകൾ ആണെങ്കിൽ വളരെ വളരെ സന്തോഷം. മറിച്ചു നിങ്ങൾക്കു സ്വന്തമായി നിലപാടും അഭിപ്രായവും ആത്മാഭിമാനവും ഉള്ളവർ ആണെങ്കിൽ മറ്റുള്ളവരേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഏതു മേഖലയിൽ ആണെങ്കിലും കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളൊരു അനീതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏതു വിധേനയും നിങ്ങളെ ഒറ്റപ്പെടുത്താനും നിശബ്ദരാക്കാനും അവർ ശ്രമിക്കും. നിങ്ങളോട് ഒച്ചവെച്ചും കൈ ചൂണ്ടിയും ദേഷ്യം വന്ന മുഖഭാവത്തോടു കൂടിയും അവർ സംസാരിക്കും. അതിനു ഒത്താശയുമായി മറ്റു സ്ത്രീകൾ തന്നെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തു വരും. അവരെ പ്രശംസിച്ചും നിങ്ങളെ ഇകഴ്ത്തിയും അവർ സംസാരിക്കും. സാന്ദ്ര തോമസിനെ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വന്നു. വമ്പൻ സ്രാവുകളുമായി ഒറ്റയ്ക്ക് പൊരുതുന്ന നിങ്ങൾ ധീരതയുടെ പ്രതീകമാണ്.